കിഴക്ക് പൂക്കും മുരിക്കിൻ പൂവിന് ചുക ചുകപ്പാണേ. എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു തോഴി കൽബിലെത്തി 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 കൽബിലെത്തി. ശ്രുതി ഓക്കെ, സംഗതി ഇത്തിരി പാളിപ്പോയി. ഇനി ഒരു 150 ഷഡ്ജും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ഓക്കെ. കൽബിലെത്തി കൽബിലെത്തി. സ്വന്തമായിട്ട് കാമയ്ക്കൊരു പാട്ടെഴുതാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഒരു ഒടുക്കത്തെ പാട്ട് തകരും. ഇവന്മാരെ വീട്ടില് വണ്ടി എടുക്കാൻ പറ്റില്ല. തന്നെ വണ്ടി ലൈറ്റാ. അയ്യോ എന്നെ കൊല്ലണേ. லேட்டாய் வந்தாலும் ஷாருக் கான் லேட்டஸ்ட் ஆகி வருவேன். அந்த ஆளை கீழே போடுறா, அல்ல நான் சுட்டுடுவேன். ஐயோ சுட்டுடுவேன் சொன்ன பண்ணி இட்டுடுவேன் கேட்டேன். டாய் ഇവന്റെ പ്രേമം തുടങ്ങിയ പിന്നെ ഇടിക്കൊരു പറ്റില്ല. ബസ്സര മണിക്കൂർ വൈകുന്നേരം എഴുതി പെണ്ണുമ്പിള്ളയുടെ വെട്ടുകൊണ്ട് ഞാണ്ട് വരൂ. ഞാനല്ല കൊല്ലോടി. അത് ശരി, അപ്പൊ എന്നെ അല്ലായിരുന്നാ വെട്ടം? അയ്യോ ചേട്ടാ രക്ഷിക്കണേ. എന്താ ചേച്ചി കാര്യം? എന്റെ കെട്ടിയോനെ ഏത് നേരം മൊബൈലിൽ വിളിച്ച് ശൃംഗരിച്ചോണ്ടിരിക്കണം നീയാണേടി. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചേ അത്യാവശ്യങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയാ, അല്ലാതെ ആണുങ്ങളെ വിളിക്കാൻ വേണ്ടിയല്ല. അല്ല ചേച്ചി, അത് പിന്നെ എന്താന്നറിയോ, ഞാൻ ശരി. അപ്പൊ നീയാണല്ലേ ഇവളുടെ കെട്ടിയോ? അപ്പൊ ഞാനല്ല. എടോ, ആണായ കെട്ടിയ പെണ്ണിനെ നിലയ്ക്ക് നിർത്തണം, അല്ലാതെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് കണ്ട ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ അഴിച്ചു വിടുകയല്ലേ വേണ്ടത്. ഇനി മേലെ ഇവളെന്റെ കെട്ടിയോനെ ഫോൺ ചെയ്തെന്നറിഞ്ഞ അരിഞ്ഞിടും തന്നെ. നേരെ നോക്കണേ കറമ്പി, നീയൊക്കെ ജനിച്ച് വീണത് മൊബൈൽ ഫോൺ കൊണ്ടാണോ? നിന്നെ പോലെ ഒരു താടകയുടെ ഭർത്താവാണെന്ന് കരുതി ആ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞു പോയി എന്നാണെന്ന് കേട്ടോ? അയ്യടാ, ഭർത്താവാൻ കണ്ടൊരു സ്വരൂപം. അതെ, നല്ല ഒന്നാന്തരം ചുള്ളന്മാരായ ഒരു ഡോസൻ ലവേഴ്സ് എനിക്കുണ്ട്. അതിനിടയില പുട്ടുകുറ്റി പോലെ ഒരുത്തൻ. മൊബൈൽ ഫോണിൽ കൂടെ ചക്കരെ പാലേ തേനെന്നൊക്കെ വിളിക്കുമ്പോ അവന്റെയൊക്കെ ധാരണ ഇവളെ ഐശ്വര്യറായി എന്ന്. എന്നാൽ ഈ പറയുന്നവന്മാർ എന്നാലും ഇവളെ നേരിട്ട് കണ്ടാലോ? ആ നിമിഷം എൻഡോസൾഫാനിൽ മുഖ്യ മുന്തിരിങ്ങ മേടിച്ച് ആത്മഹത്യ. കാലമായിട്ട് ഗിയർ ബോക്സ് പൊളിക്കാനല്ലാതെ വണ്ടി ഓടിക്കാൻ അവനറിയാൻ പറ്റില്ല. നന്നായി ഓടിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇഷ്ടായിട്ടോ. ഡ്രൈവിംഗിൽ ഞാനൊരു സംഭവം, ഏത് വണ്ടിയും ഓടിക്കും. എന്താ പേര്? മൈ നെയിം ഈസ് അജിത് കുമാർ. സെൽഫോൺ നമ്പർ പ്ലീസ്. കൊള്ളാലോ സെൽഫോൺ, 2 സിം ഇടാൻ പറ്റിയ ഫോണാ. നമ്പർ പ്ലീസ് ചേട്ടോ. 9899959500. ഫാൻസി നമ്പർ. ചേട്ടനൊരു സംഭവം തന്നെ. ആണോ മാനമില്ലാത്ത വർഗങ്ങള്. വൈകിട്ട് ചന്ത ജംഗ്ഷനിൽ രാവിലെ എന്റെ മുഖത്ത് സ്പ്രേ പെയിന്റ് അടിച്ചല്ലോ. എന്തായാലും മേക്ക് പസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മുഖം ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇവിടെ മുഖത്തൊക്കെ പഞ്ചേരടിച്ച് നിൽക്കാണ്ട് പോയി ടിക്കറ്റ് കൊടുക്കാം. കൂട്ടുകാർ നല്ല തമാശക്കാരെയുള്ള തമാശ തമാശ. എന്തോട്ടാ ടയർ പഞ്ചറായി. അതെ, ടയർ പഞ്ചറായി. ഇനി പോകില്ലട്ടോ, എല്ലാവരും അറിയിക്കും. ഇനി ടയർ മാറ്റിയിട്ടാ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഇറങ്ങിക്കോ. അതെ 5 കൊല്ലം ഓടുകയല്ലേ ഒരു ടയർ? അതിന് 6 കൊല്ലമായിട്ടുള്ളോ? 6 കൊല്ലമായോ? 6 5 30. എന്തായാലും എല്ലാവരും ഇറങ്ങിക്കോ. ഇന്ന് പോവുകയല്ലേ? തുറക്കാനല്ല പറഞ്ഞു, ഇടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഈ വണ്ടിക്ക് പഞ്ചറാവാനേ നേരമുള്ളൂ. ഓഹോ, അങ്ങനെയുണ്ടോ?
ഞെളിഞ്ഞിരിക്കാതെ വന്ന് സ്റ്റിയറിംഗ് മാറിയിട. അല്ല ടയർ മാറിയിട. തിരിഞ്ഞു പോയി. ചേച്ചിയെ ടിക്കറ്റ് എടുത്താർന്നോ ചേച്ചി? ആരും പിടിക്കണ്ട. ആദ്യം നിന്റെ വണ്ടിയുടെ ടയർ നന്നാക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കല്. രാവിലെ തന്നെ ഒരു ബാറും വിഴുങ്ങിച്ചു വന്നേ കൊച്ചാവാം. ഇത് എന്തൊരു കഷ്ടാടി. വണ്ടി എന്നും പഞ്ചറാണല്ലോ. പുതിയൊരു ടയർ വാങ്ങാൻ നിന്റെ ഷാരൂഖ് ഖാനോട് പറഞ്ഞൂടെ? കഴിഞ്ഞിട്ട് മോശമില്ല മോനെ. ലക്ഷണം ഒന്ന് നോക്കിയാലോ? എന്റെ നല്ല ഐശ്വര്യമുള്ള മുഖാണ് കേട്ടാ. നല്ല കാലം വരാൻ തോന്നുന്നുണ്ട്. ലക്ഷണം വെച്ചാട്ടെ. നല്ല രാജകുമാരൻ തന്നെ. നേരിട്ടുള്ള ഗ്ലാമർ ഫോട്ടോ കിട്ടിയാവോ? നിനക്കിന് വെച്ചടി വെച്ചടി കേട്ടാണ് മോനെ. എന്റെ ജോലിയെ തിരിച്ചെടുക്കോ? നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടില്ല. ലോട്ടറി അടുക്കല്ല. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനേ ഇടയില്ല. പക്ഷേ ഒളിച്ചോടിപ്പോയ നിന്റെ സ്വന്തം ഭാര്യ കാമുകനെ ഉപേക്ഷിച്ച് ഇന്നേക്ക് 3-ാം പക്കം നിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും മോനെ. ഒരുമാതിരി ചങ്കിക്കൊള്ള വർത്താനം പറയരുത്. ആ ഒഴിയാപാതം പോയി കിട്ടിയ എന്റെ സന്തോഷത്തിൽ 4 അടിച്ച് ഞാൻ അർമാദിച്ചിരിക്കുമ്പോഴാ ആ ഉരുമ്പിട്ടോളും മടങ്ങി എന്റെ കാര്യം പറയണത്. കാലത്ത് തന്നെ എന്റെ വായിലിരിക്കണ കേൾക്കണ്ടെങ്കിൽ ഇപ്പോ ലക്ഷണം പറയാൻ വന്നേക്കണ. 2 കീഴടിക്കേണ്ട കാശും പോയി. മോളെ, മോളുടെ മുഖത്ത് ലക്ഷ്മി ദേവി കളിയാടുന്നുണ്ട്. മോളൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അത് നടക്കുവോ ഇല്ലയോന്ന് പറയാം. ലീലാമണിയുടെ ലാപ്ടോപ്പില് ഈ മുഖമൊന്ന് കേറ്റി തന്നാ മതി. നോക്കാടി. മോളുടെ പേരെന്താണ്? കവിത. ഹായ്, നല്ല ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യ റായി ദക്ഷിണ വെച്ചാട്ടെ. നല്ല അരുമയാണ് മുഖം. മോളെ ഇഷ്ടദൈവത്തിന്റെ പേര് പറ. ഹനുമാൻ. ആഹാ, ഹനുമാൻ സ്വാമിയാണല്ലേ? ഹനുമാൻ മരുത്വാമലയെടുത്ത് പറന്നുപോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. വഴി മാറി കൊടുക്കാം. ഇത് സിൽവർ തന്നെ, ഇത് ഗോൾഡ് തന്നെ, ഇത് പ്ലാറ്റിനം, ഇത് ഡയമണ്ട്. ഒന്നിനൊന്നി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ കളി മോശമില്ല, നവരത്നം തന്നെ. അരി വറക്കാൻ അറിയോ? അരി വറക്കാൻ അറിയാവോ? പറയാ. അഥവാ വറക്കാൻ അറിയാമെങ്കിൽ പച്ചരി വറുത്തു, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മോഹവില കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭഗവതിപുരം മട്ടേരിയെ എന്റെ നെഞ്ചത്തിന് അടുപ്പൂട്ടി വറക്കണോണ്ട് ഇട്ടൂപ്പേ. അല്ല പിന്നെ ഇന്നത്തോട് കൂടി തന്റെ വായിനോട്ടം ചോര ഊറ്റി കുടിക്കുന്ന നിർത്തിയില്ലെങ്കിലേ നിന്റെ കണ്ണെ കുത്തി കുട്ടിക്കോട്ടാ കോപ്പൻ ഇട്ടൂപ്പേ. കിന്നരിച്ച് നിന്ന് സമയം കളയത് വേഗം വരണം കേട്ടോ. വാ. ഇതുപോലെ ഉണ്ട് ഞരമ്പ് രോഗികള്. വെറുതെ. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഷാരൂഖ് എന്ത് തീരുമാനിച്ചു? എന്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് പോകണം? എന്ത് പറഞ്ഞാലും ഒരു തമാശ. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? കൊന്നാളെയും. നമ്മുടെ കല്യാണത്തിന് ഒരിക്കലും എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ അനു ഉടനെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ഒരു വീട്ടുകാർ എനിക്ക് ഒരു കല്യാണം ആലോചിക്കുന്നുണ്ട്. അടുത്തയാഴ്ച ഭഗവതിക്കാവ് ഉത്സവം കഴിഞ്ഞാൽ മിക്കവാറും അവരെ തുറപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ഷാരൂഖ് തീരുമാനിക്കേണ്ടത്. അല്ല, ഇവനെന്താ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു? ഓ അയ്യോ, നീയായിരുന്നു. എന്താ ഇത്ര ആലോചന?
കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞ മട്ടാന ചന്തു. എന്താ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ അവളെ കല്യാണം കഴിക്കണമെന്ന് അവൾ എന്നോട് പറയുന്നു. സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷെ പിന്നീടുള്ള നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. എന്താ? അല്ല, കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ ശവടക്കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. എടാ, നിങ്ങളുടെ കല്യാണത്തിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ രജിസ്റ്റർമാരെ ചോദിച്ചാലോ രഹസ്യമായിട്ട്? നടക്കില്ല മോനെ. ഭഗവതിപുരത്തെ പെൺകുട്ടി അവള്. വിശ്വനും കൂട്ടരെ അടങ്ങിയിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? കഴുത്തിന് മേലെ തല വേണോ വേണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്ക്. ഈ ഗതികേട് ലോകത്ത് മറ്റാർക്കും സംഭവിക്കരുത്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരിക വല്ലാത്തൊരു ദുർഗതിയാ. ബിരിയാണിയും പഴവും മുട്ടയും. ഒരു വഴിക്ക് പോകുമ്പോ വിശന്നിട്ട് പോകണ്ടല്ലോ. ഇനി തുടങ്ങാം. ആരെങ്കിലും ഒരാളും കൂടെ കഴിക്കാനുണ്ടായിരുന്നു എന്ത് രസമായനെ. ചാകാൻ നേരത്ത് ഒരു തെണ്ടിയും കൂട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞത് ശരിയല്ല. ഇതിനകത്തൊന്നും ഇല്ലേ? ആ, ഇതിലോ? ആ, ചതിച്ചു. ആ ഹോട്ടലുകാരൻ സതീശൻ എന്നെ ചതിച്ചു. അല്ല, അവൻ പണ്ടേ ഉടായ്പാണെന്ന് എനിക്കറിയാം. അല്ല പിന്നെ 4 ചിക്കൻ ഫ്രൈയുടെ കാശ് മേടിച്ചവൻ 2 ചിക്കൻ ഫ്രൈ വെക്കൂ. എടാ സതീശ, ഞാനൊന്ന് മരിച്ചോട്ടടാ. നിനക്കിട്ട് ഞാൻ പണി തരുവടാ. വിശ്വന്റെ വീട് ഞാൻ കണ്ടെത്തിയടാ. നീ ആ വിഷയം വിട്. പാതിരാത്രിക്ക് എന്താ ഈ വണ്ടി ഇവിടെ? അകത്ത് വെട്ടമുണ്ടല്ലോ. വാശാനെ, നമുക്ക് നോക്കാം. എന്താടാ? എന്തിനാടാ ഈ കുരുക്ക്? എടാ ചന്തു, ഞാൻ ചാകാൻ പോടാ. ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ആശാനെ, ഭഗവതിയുടെ പെങ്കൊച്ചനെയാണ് ഇവൻ പ്രേമിക്കുന്നത്. അതെ, വിശ്വന്റെ നാടാ. അവിടെ ഒരു പെണ്ണും പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വിശ്വനും കൂട്ടനും സമ്മതിക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അവരെ കൊത്തിയറിയും. ആശാനെ, ഇവൻ എന്റെ സ്വന്തം കൂട്ടുകാരനാ. പേര് ഷാരൂഖ്. എടാ, നിനക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പുലി നിന്നെ സഹായിക്കും. എടാ, ഇവൻ ഇനി നിന്റെ കൂടെ കൂട്ടുകാരനാ. പൗരം പൗരം വടക്കേരെ കീഴ് പകവരം പൗരം പൗരം വടക്കേരെ കീഴ് പൗരം പൗരം പൗരം. ആ പൗരം കേറ് കേറ് കേറ്. എന്താ നിങ്ങളെന്നെ കയറാത്തെ? ഞങ്ങൾ വരുന്നില്ല. എങ്ങനെ വിശ്വസിച്ച് കേറും? വണ്ടിയിലൊരുത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. ഒന്നാമതൊരു ഒരു ഗുണ്ടേ. ഷാരൂഖേ, ഈ ഗുണ്ട എന്തിനാ വണ്ടി കയറ്റി നിർത്തിയിരിക്കുന്നെ? ഇവൻ ഗുണ്ടൊന്നുമല്ല. പിന്നെ ആരാ? കലക്ടറാണോ? പിന്നെ മാർക്കറ്റിൽ വെട്ടും കുത്തുമായി നടക്കുന്നവനെ ഗുണ്ട നല്ലത് വേറെ എന്താ വിളിക്കോ? കവിതയ്ക്ക് ആള് തെറ്റിയതാ. ഇവൻ തങ്കം പോലുള്ളൊരു ചെറുപ്പക്കാരനാ. വേണ്ട, ഒന്നും പറയണ്ട. ഒന്നാം തരം ഒരു ക്രിമിനൽ ഇവൻ. അങ്ങനെ പറയല്ലേ കവിതേ. പാവ ഇവൻ. പിന്നെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഇവന് വേണ്ടിയിട്ടല്ല. പിന്നെ തെറ്റ് കണ്ട ഇവൻ പ്രതികരിക്കും. ചിലപ്പോ അടിച്ചു ഇരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ ഭഗവതിപുരത്തുള്ള ആൾക്കാരെക്കാളും എന്തുകൊണ്ടും നല്ലവനാ. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്നവനുമാ. ഓ, നിങ്ങൾ വന്ന് കേറ്. നീ കേറ്. ആ പോരായി.